ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനസംഖ്യ എന്ന് പറയുന്നത് വെറുമൊരു അക്കങ്ങളുടെ ഒരു കണക്കെടുപ്പല്ല. മറിച്ച് ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ദിശ സൂചിക തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ക്രൈസ്തവ സമൂഹം അതിഗുരുതരമായിട്ടുള്ള, അതിഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തെ അഭിമുഖീകരിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ പുറത്തു വന്ന ഗവൺമെൻറ് പുറത്തുവിട്ട ആനുവൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടുകൾ പ്രകാരം തുടർച്ചയായി മൂന്നാം വർഷവും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു നെഗറ്റീവ് ഗ്രോത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനനത്തേക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ഒരു വംശനാശ ഭീഷണിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന ഈ ജനസംഖ്യ ശോഷണം സമുദായത്തെ എങ്ങനെ അത് ഗുരുതരമായി ബാധിക്കും? ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും? ഈ വിഷയം എല്ലാ തലത്തിലും സാമൂഹികമായും സാമ്പത്തികമായും ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശകലനങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഡയറക്ടർ, ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ സബിൻ തുമ്മുളിൽ അച്ഛനാണ്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയല്ലേ അച്ഛാ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവർ ഈ ജനസംഖ്യാ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ കണക്കുകൾ എടുത്ത് നാം നോക്കുമ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജോർജി, അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ശരാശരി ഒരു കുടുംബം നിലനിൽക്കാൻ അത് 2.1% ആണ് വേണ്ടത് എങ്കിൽ നിലവിൽ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ TFR റേറ്റ് എന്ന് പറയുന്നത് 1.5 ആണ്. അതിൽ 2.2 എന്ന നിരക്കിലുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടേത് മാത്രമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പൊ അതായത് കേരളത്തിൽ വലിയ രീതിയിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ജനസംഖ്യ അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ ശോഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും കാലങ്ങളിൽ ഇതേ രീതിയിലാണ് പോകുന്നത് എങ്കിൽ അവര് എണ്ണത്തിൽ വളരെയധികം കുറയുകയും ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ കേരളത്തിലും ഭാരതത്തിലും തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതിഭാസമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 2016 KC സക്കറിയ റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരുന്നതാണ്. അത് ഏകദേശം 2026 ആകുമ്പോഴേക്കും അന്ന് KC സക്കറിയ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഏകദേശം സത്യമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്ക് നിലവില് ക്രൈസ്തവരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. അപ്പൊ ഈ കമ്മീഷൻ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയം, ക്രൈസ്തവ സമുദായം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ജനസംഖ്യാ ശോഷണമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന് സെൻസസ് അവലോകനം നടത്തിയിട്ട് കമ്മീഷൻ ഇപ്രകാരമാണ് പറയുന്നത്. 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ ആകെ 19.5% അത് 2011 എത്തുമ്പോഴേക്കും അത് 18.38% ചുരുങ്ങി. അതായത് ഒരു വലിയ രീതിയിൽ 1%-1.5% ഒക്കെ അന്തരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കമ്മീഷൻ പിന്നെ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് 2018 19 റിപ്പോർട്ട് എടുത്തു വെച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. 2018 ക്രൈസ്തവ ജനസംഖ്യ 14.35% അതായത് ജനസംഖ്യ വിഹിതത്തെ കുറിച്ചാണ് പറയുക. അത് 14.3% എങ്കിൽ 2019 ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് അനുസരിച്ച് അത് 14.28 അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 0.35 നിന്ന് 0.28 ജനസംഖ്യ കുറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം. മൂന്നാമത് വീണ്ടും വലിയ രീതിയിലുള്ള ഒരു വർധനവിലെ അസന്തുലിതാവസ്ഥ ഈ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. 2019 കേരളത്തിലെ ആകെ ജനസംഖ്യ മുൻ വർഷത്തേക്കാൾ 2,09,564 പേരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അതിന്റെ അകത്ത് വളരെ കൃത്യമായി 1,59,550 പേര് മുസ്ലിം വിഭാഗത്തിൽ നിന്നും 35,010 പേര് ഹിന്ദു വിഭാഗത്തിൽ നിന്നും, എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കേവലം
14,730 പേരുടെയും മാത്രമാണ് വർധനവുണ്ടായിട്ടുള്ളത് എന്ന് ഈ JB കോശി കമ്മീഷൻ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കമ്മീഷൻ പറഞ്ഞു വെക്കുകയാണ്, ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും, അത് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, 2005 സംസ്ഥാനത്തുണ്ടായ ആകെ ജനസംഖ്യാ വർധനവിൽ 55,640 പേര് ക്രൈസ്തവരായിരുന്നുവെങ്കിൽ 2019 അത് 14,730 ആയിട്ട് ചുരുങ്ങി. അങ്ങനെ ഓരോ വർഷവും ഈ ക്രൈസ്തവ ജനസംഖ്യ വർധനവിൽ 3000 പേരുടെ കുറവ് രേഖപ്പെടുത്തുന്നു എന്ന് ഈ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോ അതായത് ഒരു നെഗറ്റീവ് വളർച്ചയിലേക്ക് ക്രൈസ്തവ സമൂഹം മാറ്റപ്പെടുന്നു. കുറഞ്ഞ ആളുകൾ മാത്രം ജനിക്കുകയും കൂടുതൽ ആളുകൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായമായിട്ട് ക്രൈസ്തവ സമുദായം കേരളത്തിൽ വളരെ എവിഡന്റ് ആയിട്ട് അത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ റിപ്പോർട്ടിന്റെ കൂടി വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോ കമ്മീഷൻ അതിനുശേഷം പിന്നീട് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവർ എണ്ണത്തിൽ വളരെയധികം കുറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇന്ത്യയിൽ കൊണ്ടുവന്ന 1970 ആരംഭിച്ച ഈ ജനസംഖ്യാ നിയന്ത്രണത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു സമുദായം അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് എന്നാണ് കമ്മീഷൻ പറഞ്ഞു വെക്കുക. പഴയ കുടുംബങ്ങളിലൊക്കെ 8ഉം 9ഉം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഒരു 90 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും, 70-ൽ നിന്ന് 90-കളിലേക്ക് എത്തുമ്പോഴേക്കും അത് നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള രീതിയിലേക്ക് ഒരു വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി എന്നുള്ള രീതിയിലേക്ക് ക്രൈസ്തവരുടെ കുടുംബങ്ങളിലെ മക്കളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. അത് ഇന്നത്തെ ഈ ജനസംഖ്യാ ശോഷണത്തിന് വലിയൊരു കാരണമായിട്ട് തീർന്നിരിക്കുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സംവരണങ്ങൾ, ജാതി സംവരണം കഴിഞ്ഞ് മെറിറ്റിൽ മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ള യുവജനങ്ങൾക്ക് ജോലി ലഭിക്കുന്നുള്ളൂ എന്നുള്ള സാഹചര്യം വന്നപ്പോഴും ഇവിടെ യുവജനങ്ങൾക്ക് പ്രതീക്ഷിച്ച അത്ര നല്ല ജോലിയോ വരുമാന മാർഗത്തിനുള്ള വഴികളോ ഇല്ലാതെ വന്നപ്പോൾ ക്രൈസ്തവ സമുദായം വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റം കൂടുതലും നടന്നിട്ടുള്ളത് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. അവരവിടെ ചെന്ന് അവിടെ സ്ഥിരതാമസമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവരിങ്ങോട്ടേക്ക് വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ജനസംഖ്യാ ശോഷണം, അതായത് അവരുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങുന്നവർ ആരും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ലാത്ത സാഹചര്യം അതിരൂക്ഷമായിട്ട് വന്നു എന്നുള്ളത് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം കമ്മീഷൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി. കാരണം ക്രൈസ്തവ സമൂഹത്തിന്റെ 70% വരുന്ന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കൃഷി മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പൊ കാർഷിക മേഖലയിൽ വന്ന ഈ വിലത്തകർച്ചയും അതേപോലെ കാർഷിക വിളകൾക്ക് വന്നിട്ടുള്ള രോഗങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ കാരണം കാർഷിക മേഖല തകർന്നതോടുകൂടി അതേപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലേക്ക് കടക്കുമ്പോൾ അവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒത്തിരിയേറെ പ്രതിസന്ധികൾ വരുന്നു. കുട്ടനാട് മേഖലയിലേക്ക് വരുമ്പോൾ നെല്ല് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികൾ, മലയോര മേഖലയിലേക്ക് വരുമ്പോൾ ഈ റബ്ബറിന് വില കുറയുന്നു, അതേപോലെ കവുക്, തെങ്ങ് തുടങ്ങിയ വിളകൾക്കുള്ള രോഗം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും വന്നതോടുകൂടി ഈ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഉടനീളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. കൃഷിയെ ആശ്രയിച്ചിരുന്ന യുവാക്കൾ, അവരുടെ കുടുംബങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അവർ വിവാഹം കഴിക്കാനുള്ള വൈമുഖ്യം കാണിക്കാൻ തുടങ്ങി. ഒരു അല്പം ഒന്ന് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടതിന് ശേഷം വിവാഹം കഴിക്കാം എന്നുള്ള ചിന്ത വന്നപ്പോൾ ഈ സമുദായത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ എണ്ണം, വിവാഹം കഴിക്കാത്തവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ
നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പം വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം അച്ഛൻ ചൂണ്ടിക്കാണിച്ചു. വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം. നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ് നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവം പ്രത്യേകിച്ച് ക്രൈസ്തവരോട്, ക്രൈസ്തവർ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകൂടങ്ങൾ പുലർത്തുന്ന മനോഭാവത്തിലെ ഒരു മാറ്റം. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും അത് കെ.സി. സക്കറിയ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ക്രൈസ്തവ ജനസംഖ്യ കുറയുമ്പോൾ അതില് എന്തെല്ലാം തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത് ഒരു പരിധിവരെ ജെ.ബി. കോശി കമ്മീഷന്റെ റിപ്പോർട്ടിലും അത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് ഈ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയാൽ മനസ്സിലാകും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലാണ്. പത്തനംതിട്ട, കോട്ടയം പോലെയുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജനിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള ജില്ലകളിലാണ്. അപ്പൊ ഈ ജില്ലകളിൽ ഭൂരിപക്ഷം ഏത് മതസമൂഹമാണ്, അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ളത് ഏത് സമുദായങ്ങൾക്കാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് മലപ്പുറത്തേക്ക്, കോഴിക്കോട്ടേക്കൊക്കെ വരുമ്പോൾ അത് മുസ്ലിം സമുദായമാണ് എങ്കിൽ പത്തനംതിട്ട, കോട്ടയം ഒക്കെ ചെല്ലുമ്പോൾ അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മണ്ഡല പുനർനിർണയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നത്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം, വരും കാലങ്ങളിൽ ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള മതവിഭാഗങ്ങൾ ഉള്ള പ്രദേശത്ത് കൂടുതൽ മണ്ഡലങ്ങൾ വരികയും ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിൽ മണ്ഡലങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ നിയമസഭയിലേക്ക് എത്തുന്ന MLA-മാരുടെ എണ്ണത്തിൽ അത് ഏതെങ്കിലും ഒരു ജനസംഖ്യ കൂടുതലുള്ള പ്രദേശം, അപ്പൊ നമുക്കിപ്പോ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. ജനസംഖ്യ കൂടുതലുള്ള പ്രദേശത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് കൂടുതലുള്ളത്. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശത്ത് നിന്ന് കൂടുതൽ MLA-മാർ വരുമ്പോൾ അത് ആ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഒരു മതപരമായിട്ടുള്ള ഒരു 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 വൈരുദ്ധ്യത്തിനും അല്ലെങ്കിൽ വൈരങ്ങൾക്കും ഒക്കെ കാരണമാകുന്ന തരത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോകും. അപ്പൊ മണ്ഡല പുനർനിർണയം അത്തരത്തിലൊരു പ്രതിസന്ധിയാണ്. ഇപ്പോ ചർച്ച നടക്കുന്നുകൊണ്ടിരിക്കുന്ന കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ജില്ലകൾ തിരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ പറയുന്നത് പ്രധാനമായിട്ട് ജനസംഖ്യ വർധനവ് മൂലം റവന്യൂ അധികാരികൾക്ക് കൃത്യമായിട്ടുള്ള സേവനം എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയും ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനസംഖ്യാ നയത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്തിയ സമൂഹങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങൾ അവര് ജനസംഖ്യയിൽ കുറഞ്ഞു പോയി എന്ന കാരണത്താൽ തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് കൂടുതൽ സംരക്ഷണം നൽകുകയാണ് വേണ്ടത്. പക്ഷെ ആ സംരക്ഷണം നൽകപ്പെടുന്നില്ല. മറിച്ച് ജനസംഖ്യ വർധനവ് വലിയ രീതിയിൽ ഒരു പോപ്പുലേഷൻ ബൂം സംഭവിച്ച പ്രദേശങ്ങൾക്കും സമുദായങ്ങൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ, കൂടുതൽ ഓഫറുകളൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? ജനസംഖ്യ കുറഞ്ഞതായിട്ടുള്ള ഈ ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായങ്ങളിൽ നിന്നും ഒക്കെ പിരിക്കുന്ന കരം ഉപയോഗിച്ച് ആണ് മറ്റു പ്രദേശങ്ങളിൽ ഈ ജില്ല തിരിക്കുന്നതും അവിടെയുള്ളവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ശമ്പളം നൽകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സർക്കാരിൽ നിന്ന് ജനസംഖ്യ കുറഞ്ഞ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അതറിയാം. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് 80:20 അനുപാത വിഷയം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അതിൽ പോലും വിധി പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യാനാണ്. അപ്പൊ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുമ്പോൾ
ഈ 80-20 എന്നുള്ളത് ഇപ്പൊ നിലവിൽ അത് 40-60 എന്ന നിലയിലേക്ക് മാത്രമാണ് മാറിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ ആരാണ്? ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, എണ്ണത്തിൽ കുറവുള്ളവർക്ക് കൂടുതൽ സംരക്ഷണം നൽകണമെന്ന ഭരണഘടനാ ചട്ടം, അതാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുക. അപ്പോൾ ആ ന്യൂനപക്ഷ അവകാശങ്ങളിൽ അധിഷ്ഠിതമായിട്ട് രൂപീകരിക്കപ്പെടുന്ന ഗവൺമെന്റ് സ്കീമുകൾ വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനസംഖ്യ കുറഞ്ഞവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുകയാണ് വേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ കേരളത്തില് നിലവിൽ ഇന്ന് സംഭവിക്കുന്ന, ക്രൈസ്തവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് അതിശക്തമായിട്ടുള്ള അടിത്തറ പാകിയ ക്രൈസ്തവ സമുദായം. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്, പൊതുവിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. ആ ദൗത്യം സർക്കാരിന് വേണ്ടി ഏറ്റെടുത്തവരാണ് ക്രൈസ്തവർ. അങ്ങനെയാണ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ആ എയ്ഡഡ് സ്ഥാപനങ്ങളെല്ലാം ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ എണ്ണം, അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കുറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ജനസംഖ്യ ശോഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമുദായം പോലെയുള്ള ഈ സമൂഹങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് വലിയൊരു പ്രശ്നമാണ് ഈ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ഈ ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുക എവിടെയാണ്? ജനസംഖ്യ ഏറ്റവും കുറവുള്ളവരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുക. അതായത് 1-2 കുട്ടികൾ മാത്രമേ കുടുംബത്തിലുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിൽ തന്നെ മിടുക്കരായിട്ടുള്ളവർ മറ്റു പല പ്രദേശങ്ങളിലേക്കും ജോലിക്കും മറ്റു കാര്യങ്ങളുമായിട്ട് ചേക്കേറുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ യുവജനങ്ങൾ, നല്ല മിടുക്കരായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള യുവജനങ്ങളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ യുവജനങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ ആയിക്കൊള്ളട്ടെ, സോഷ്യോ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ആയിക്കൊള്ളട്ടെ, ഈ കോൺട്രിബ്യൂഷനുകളൊന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അതിഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ട് തീരുകയാണ്. അടുത്ത ഒരു കാര്യം, അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ് ഈ പ്രദേശങ്ങളിലെല്ലാം വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ കേരളത്തിൽ പെരുകും. അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യുവജനങ്ങൾക്കുണ്ടാകുന്നത് പോലെയുള്ള ഒരു ചടുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിയാതെ വരുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ഒരു സമുദായം മുഴുവനും അൺപ്രൊഡക്റ്റീവ് ആയിട്ട് പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ സാധിക്കും? നമുക്കറിയാം, കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകേണ്ട ഉത്തരവാദിത്തം അത് ഏറ്റവും പ്രാഥമികമായിട്ട് നിർവഹിക്കേണ്ടത് ദമ്പതികളാണ്. അത് കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, ഈ സാമ്പത്തികമായിട്ടുള്ളൊരു അരക്ഷിതാവസ്ഥ, തൊഴിൽ ലഭിക്കുന്നില്ല, ഈ സംവരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, നമുക്കറിയാം, നമ്മുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സഭ ഇത്രയും നാളും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികളൊക്കെ പണി കഴിപ്പിക്കുന്നു. ഇനി സമുദായത്തിന് വേണ്ടി, അതായത് നമുക്കറിയാം ഈ കൂടുതൽ തൊഴിലുകളൊക്കെ സൃഷ്ടിക്കാം. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഈ സ്റ്റാർട്ടപ്പ് എന്ന കൺസെപ്റ്റൊക്കെ പറയുന്ന പോലെ നമുക്ക് സഭയ്ക്ക് തന്നെ സഭ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, സമുദായങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ടപ്പ് പോലുള്ള കൺസെപ്റ്റുകൾ, ഇടവകൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വളർന്നു വരുന്ന തലമുറയുടെ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം, അത് ക്രൈസ്തവ ജനതയെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാലം നമ്മൾ അതിക്രമിച്ചില്ല. നമ്മൾ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തു, അത് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ലിമിറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി സമുദായത്തിലേക്കല്ലേ കുറെ കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായും ജോർജി പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ്. എനിക്കതിൻ്റെ അകത്ത് 2 രീതിയിൽ നമുക്ക് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ ഉത്തരവാദിത്തമുള്ളവരുണ്ട്. അത് ഒന്ന് നമ്മളുടെ സഭാ സമുദായ നേതൃത്വം, മറ്റൊന്ന് ഇവിടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ. ഈ 2 കൂട്ടരും ഒരുപോലെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ കേരളത്തിന് മറികടക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഉദാഹരണത്തിന്, നിലവിൽ ഇന്ത്യയിൽ പാഴ്സി വിഭാഗങ്ങൾ, പാഴ്സി മതവിഭാഗം വലിയ രീതിയിലുള്ള ജനസംഖ്യാ ശോഷണം നേരിടുന്നു എന്ന് കണ്ടിട്ടാണ് പാഴ്സി സമുദായത്തിന് പ്രത്യേക സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ജിയോ പാഴ്സി സ്കീം എന്ന പേരിൽ
അവര് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ഓക്കെ. ആ പദ്ധതിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഈ ജിയോ പാഴ്ച സ്കീമിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ആം, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയത്തക്ക രീതിയിൽ സർക്കാർ തന്നെ യുവജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നൽകുന്നു. ഓക്കെ. നേരത്തെ വിവാഹം കഴിക്കാൻ, അതേപോലെ തന്നെ വിവാഹം കഴിച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത, പ്രാധാന്യമൊക്കെ ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ സമുദായത്തിലേക്ക്, ഈ മതവിഭാഗത്തിലുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഈ പെൺകുട്ടികൾ, സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തന്നെ അവർക്ക് പ്രസവ ചിലവുകൾ, പ്രസവാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുന്ന ചിലവുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതികൾക്ക് കുട്ടികൾ ജനിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ, അതേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുവാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ ഈ ജനസംഖ്യാ ശോഷണത്തെ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താം, കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താം. അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് എന്ത് ചെയ്യണം? ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ഇവിടെ ഹൈന്ദവ സമുദായമോ ഒക്കെ ഇവിടെ അന്യം നിന്ന് പോകരുത്, ഇവിടെ നിലനിൽക്കണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നടക്കുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം, ഈ മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ഈ കാലഘട്ടത്തിൽ വളരെയധികം ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ത്യയിൽ വെറും 2.3% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. കേരളത്തിൽ അത് ഈ 2026 ഈ സെൻസസ് കഴിയുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരുപക്ഷെ ഒരു 14% താഴെയാകാം എന്നാണ് ഏകദേശം ഈ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് അടക്കം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ദ്രുതഗതിയിലുള്ള ഒരു ജനസംഖ്യാ ശോഷണമാണ് ക്രൈസ്തവ സമുദായം കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായത്തെ ഈ ജനസംഖ്യാ ശോഷണം അതിരൂക്ഷമായിട്ട് തീരാതിരിക്കാൻ എന്ത് ചെയ്യണം? ക്രൈസ്തവ സമുദായത്തിന് ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകണം. അതാണ് ഈ മൈക്രോ മൈനോറിറ്റി ആയിട്ട് ക്രൈസ്തവ സമുദായത്തെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്ത് ഗുണമാണ് അതിനകത്തുണ്ടാവുക എന്ന് ചോദിച്ചാൽ, ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കേണ്ട ന്യൂനപക്ഷം ഏതാണെന്ന് സർക്കാരിന് കണ്ടെത്താൻ കഴിയും. അത് അപ്പോൾ കൃത്യമായിട്ടും പുതിയ പുതിയ സഹായ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇത്തരത്തിൽ കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തെ വളർത്തിയെടുക്കാനായിട്ട് സർക്കാരിന് കഴിയുമെന്നുള്ളതാണ്. മൂന്നാമത്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായി കേരള സ്റ്റേറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിക്കണം. നിലവില് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ഉണ്ട്. അതെല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആ കോർപ്പറേഷൻ വഴി ഏത് ന്യൂനപക്ഷത്തിനാണ് ഇവിടെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിനൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. 2016 തൊട്ട് 2020 വരെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ നിന്ന് ഏകദേശം 92 കോടിയിലധികം ഇവിടെയുള്ള ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന് ലഭിച്ചപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വെറും 42 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. അത് വിവരാവകാശം വെച്ചിട്ടുള്ള രേഖകൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ വലിയ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായി ഒരു ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ കൊണ്ടുവന്നാൽ അതിലൂടെ ഈ പറയുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാം. അതായത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് പ്രസവത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ നൽകാൻ കഴിയും. ഇപ്പം മദ്രസ അധ്യാപകർക്ക് പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഈ പ്രസവ ശുശ്രൂഷകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു പലിശരഹിത വായ്പാ സ്കീം കൊണ്ടുവരാൻ ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്കീം സർക്കാരിന് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഗവൺമെന്റിന് ഈ കോർപ്പറേഷൻ വഴി, ഈ ഫിനാൻസ് കോർപ്പറേഷൻ വഴി ഗവൺമെന്റിന് ഇത്ര സ്കീമുകൾ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പറയും, ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പോലും 1 രൂപ പോലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കാര്യഗൗരവത്തോടു കൂടി നടപ്പിലാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യവും ഇവിടുത്തെ സർക്കാർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം ആകപ്പാടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന്
ഒരു ഒരു കാര്യം മനസ്സിലായത്, വിലങ്ങാട് പോലെയുള്ള പ്രദേശത്തിന്, അതെ അതെ ഉരുൾപൊട്ടൽ നേരിട്ട ഉരുൾപൊട്ടൽ, അതെ പ്രദേശത്തിന് അതെ. ഉം. എത്രയാ 5 കോടി രൂപ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളത് മാത്രമാണ്. അത് അവിടെ എല്ലാ വിധത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട്. പക്ഷെ വിഷയം എവിടെയാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സർക്കാർ മുതിർന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം ബാക്കി നമ്മൾ ആ നയപ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടതാണ് വെച്ചാൽ, നയപ്രഖ്യാപനത്തിലും കണ്ടതാണ് വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കും, ഹജ്ജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അതാണ് കാലാകാലങ്ങളായി ന്യൂനപക്ഷ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം വകുപ്പാണ്, മുസ്ലിം പക്ഷ വകുപ്പാണ്. അത് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ പുതിയ മന്ത്രി വന്നു, VD സതീശനിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും, എല്ലാ പൊതുജനസമൂഹം മുഴുവനും ആയിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിനും യഥാർത്ഥത്തിൽ സഹായങ്ങൾ നൽകേണ്ട വിഭാഗം ഏതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നിരാശയാണ് നമുക്കുള്ളത്. Yes. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്ന VD സതീശൻ സുവിശേഷം സ്വീകരിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചെങ്കിൽ മാത്രമേ ആ സുവിശേഷ പ്രഘോഷണം അർത്ഥപൂർണമാവുകയുള്ളൂ എന്നുള്ളത് സ്നേഹത്തോടു കൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അടുത്ത ഒരു വിഷയം, നമ്മളുടെ സഭാ സമുദായ നേതൃത്വങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഈ KC സക്കറിയ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ ഈ സമുദായത്തിന് സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വലിയ വിഷയം നിൽക്കുന്നു. അതായത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ മാതാപിതാക്കൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളത് ക്രൈസ്തവ സമുദായ നേതൃത്വത്തിൽ നിന്ന് തന്നെയും ഉണ്ടാകേണ്ട ഒരു വലിയ ചുവടുവയ്പ്പാണ്. അത് പല രൂപതകളിലും ഇപ്പോൾ അത് കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട്. 4ാമത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷകൾക്കും ഒക്കെ ആയിട്ടുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സമുദായത്തിൽ പെൺകുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, അത് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് വന്നിരിക്കുന്ന ഒരു വലിയ ദോഷം എന്ന് പറയുന്നത്, പെൺകുട്ടികളിൽ ഈ വിവാഹം കഴിക്കാനുള്ള ഒരു വൈമുഖ്യം വളരെയധികം ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം കാലിൽ നിന്നിട്ടേ ഞങ്ങൾ കല്യാണം കഴിക്കൂ എന്നുള്ളൊരവസ്ഥ. ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏകദേശം ക്രൈസ്തവ സമുദായത്തിൽ ഒരു 18നും അല്ലെങ്കിൽ ഒരു 23 വരെ പ്രായത്തിൽ വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ എണ്ണം തുലോം തുച്ഛമാണ്. ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുകയും ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തിട്ടുള്ളത് ഒരു 26 മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അത് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു, 2ാമത്തെ കുട്ടിയിലേക്ക് കടക്കുന്നു, 3ാമത്തെ കുട്ടിയെ കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലും ഇല്ലാത്ത ഒരവസ്ഥ നേരിടുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയണം. അത് കുറയുക എന്നുള്ളത് എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മറ്റു പല സമുദായങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ അതിന് നല്ല രീതിയിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവരുടെ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുമ്പോഴും ഒരു മതപരമായിട്ടുള്ള ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ആ മതപരമായിട്ടുള്ള ബോധ്യം എന്ന് പറയുന്നത് വളർന്നു പെരുകാൻ ഉള്ള ഒരു ദൈവകൽപ്പനയെ കുറിച്ച് തന്നെയാണ്. ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വളർന്നു പെരുകി ലോകത്തെ കീഴടക്കുവിൻ. അത് ലോകത്തെ കീഴടക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് കീഴടക്കാനല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ യുവതലമുറയ്ക്ക് വിവാഹം കഴിക്കാനുള്ള വൈമുഖ്യം വളരെയധികം വർദ്ധിക്കുന്നു. കുടുംബങ്ങളിൽ അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ്. നേരത്തെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും. അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവര് വളരെ നേരത്തെ തന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹത്തിന് ശേഷം പഠിക്കാമെന്നും ജോലി ചെയ്യാമെന്നും ഒക്കെയുള്ള ഒരു ബോധ്യം നമ്മളുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായിട്ട് ചിന്ത ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഉള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് 3ാമത്തെ ഒരു കാര്യം, നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള നമ്മളുടെ യുവജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ സ്ഥലങ്ങൾ അനാവശ്യമായിട്ട് കിടക്കുന്നുണ്ട്, വലിയ ഉപകാരങ്ങളില്ലാതെ. പള്ളിയോടും
മറ്റു പല സന്യാസാശ്രമങ്ങളോടും, അല്ലെങ്കിൽ തന്നെ നമ്മളുടെ പല മലയോര പ്രദേശങ്ങളിലും നമ്മുടെ പല കുടുംബങ്ങൾക്കും ഈ വന്യമൃഗശല്യം ഒക്കെ മൂലം കൃഷി ഇറക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. പ്രായമായിട്ടുള്ളവരാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃഷിയില്ലാതെ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ ഇവിടെയുള്ള ആളുകളെ കൂടുതൽ ചേർത്ത് വെച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ കൂടെ സ്കീമുകളുടെ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ഥലങ്ങളെ ഒരു ഗ്രൂപ്പ് ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ടൂറിസം പോലെയുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറ്റാനൊക്കെയുള്ള സാധ്യതകൾ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാൻ സഭാ നേതൃത്വം മുന്നോട്ട് വരികയും ധീരതയോടുകൂടി അൽമായ സമൂഹവും കൂടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് ഇതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുക. അപ്പൊ ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മളുടെ ജനസംഖ്യാ ശോഷണത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ വി വിൽ ബിക്കം എ ഡിസപ്പിയറിംഗ് കമ്മ്യൂണിറ്റി സൂൺ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി വെച്ചാൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കാര്യം കൂടി മനസ്സിൽ വന്നതാണ്. നമ്മൾ പലപ്പോഴും ക്രൈസ്തവ സമുദായം ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ബോധത്തിൻ്റെ ഒരു തടവറയിൽ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം ഉദിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അതേസമയം തന്നെ മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മുസ്ലിം സമുദായം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവർ അത് പച്ചയ്ക്ക് തന്നെ അവർ പറയും, ഞങ്ങളുടെ ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നൊരു ആവശ്യം പറഞ്ഞില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അത് വർഗീയതയായിട്ട് എടുക്കുമോ? അപ്പോൾ പലപ്പോഴും നമ്മൾ അൽമായരായിക്കോട്ടെ അല്ലെങ്കിൽ സഭാ നേതൃത്വമായിക്കോട്ടെ ഒരു അമിതമായിട്ടുള്ള പ്രതിച്ഛായയുടെ ഒരു തടവറയിൽ ഇങ്ങനെ കഴിയുന്നത് മൂലം ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും നമ്മൾക്ക് ഒരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ മലബാറിലെ ക്രൈസ്തവർക്ക് ആവശ്യബോധം വളരെയധികം കൂടുന്നുണ്ട്. പക്ഷേ മലബാറിലെ ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവാണ്. മലബാറിലെ ജനപ്രതിനിധികളുടെ എണ്ണവും വളരെ കുറവാണ്. ക്രൈസ്തവരായിട്ടുള്ള ജനപ്രതിനിധികളുടെ എണ്ണവും വളരെ കുറവാണ്. പക്ഷെ നമ്മളറിയാം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായിട്ടുള്ള രാഷ്ട്രീയക്കാർ നിയമസഭകളിലേക്ക് എത്തുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറും ഉള്ളത്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഒരു EW സംവരണത്തെ കുറിച്ച് പോലും വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നൽകാനുള്ള ഒരു തീക്ഷ്ണതാ ബോധം നമ്മളുടെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ഉള്ള ക്രിസ്ത്യാനികൾക്കില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാര്യം എന്താ? ഞങ്ങൾ പഴയ ആഠ്യത്വമുള്ള ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആരുടെ ആനുകൂല്യം പറ്റി ജീവിക്കുന്നവരല്ല. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ വെറും ആനുകൂല്യങ്ങളല്ല, അത് നമ്മുടെ അവകാശമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലുള്ള രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം, അവിടെയും ജനസംഖ്യ കുറയുന്നതോടുകൂടി ഈ മണ്ഡല പുനഃക്രമീകരണം ഒക്കെ വന്ന് അവർക്ക് ഇനി ഭാവിയിൽ മത്സരിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടും. അതുകൊണ്ട് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കൃത്യമായും ന്യായമായും നിയമസഭകളിൽ എത്തിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യായമായ ആനുകൂല്യങ്ങൾ, അന്യായമായിട്ടുള്ളതൊന്നും വേണ്ട, ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ എനിക്ക് അല്പം കുറ്റപ്പെടുത്തലായിട്ട് ഒരു പക്ഷേ തോന്നിയേക്കാം, പക്ഷേ ഇതൊരു ആത്മവിമർശനത്തിന് വേദി ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം പൊതുവിഷയങ്ങൾ പഠിക്കാൻ കാണിക്കുന്ന താല്പര്യം ക്രൈസ്തവ സമുദായത്തിന്റെ അടിസ്ഥാന വിഷയങ്ങൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാര് ഒരു തവണയെങ്കിലും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടുള്ള എത്ര MLA-മാര് നമുക്കുണ്ട്? ഏകദേശം ഒരു 18ഓളം MLA-മാരെങ്കിലും ക്രിസ്ത്യാനികൾ നിയമസഭയിലേക്ക് ഈ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുണ്ട്. 5-6 മന്ത്രിമാരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ എത്ര പേര് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടാകും? അതിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവപ്പെട്ട വിഷയങ്ങൾ അവര് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഈ ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട്, ഈ KC സക്കറിയ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഒന്ന് വിശദമായിട്ട് പഠിക്കാൻ ഇവർ തയ്യാറാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് അഭിമന്യ പിതാക്കന്മാര് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയുമ്പോൾ അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും ഇന്ന് സംഘടിത ശക്തികൾ സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്രൈസ്തവ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ ഭൗതിക ആവശ്യങ്ങളെ കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ ശക്തരായിട്ടുള്ള അൽമായ നേതൃത്വം മുന്നോട്ട് വരണമെന്നുള്ളതാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് സഭാ നേതൃത്വം കൂടുതൽ മുൻകൈ എടുക്കണം.
അങ്ങനെയുള്ളവരെ വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. രണ്ട്, ആത്മാർത്ഥതയോടുകൂടി കേവലമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഈ സഭാ നേതൃത്വത്തിന്റെ കൂടെ സമുദായത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്ന അൽമായ സമൂഹം രൂപപ്പെടുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വിഷയങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ UDF അധികാരത്തിൽ കയറുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുകളും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പല സമുദായങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാനും സംസാരിക്കാനും ആ സമുദായത്തിന്റെ പ്രതിനിധികളുണ്ട്. പക്ഷെ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന എത്ര രാഷ്ട്രീയക്കാര് അതല്ലെങ്കിൽ ഉദ്യോഗ തലത്തിൽ നിൽക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചാൽ കോൺഫിഡന്റ് ആയിട്ട് ഒരു പേരെങ്കിലും പറയാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. വളരെ ഗൗരവമേറിയിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട സബിനച്ചൻ പങ്കുവച്ചത്. തീർച്ചയായിട്ടും നമ്മൾ പങ്കുവച്ചതുപോലെ അതിഗുരുതരമായിട്ടുള്ള സാഹചര്യം ക്രൈസ്തവ സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ സാഹചര്യത്തെ നോക്കി വഴിപറഞ്ഞ് ഇരിക്കാതെ ഇനി അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് അടിയന്തര പ്രാധാന്യത്തോടെ ഏറ്റവും ഒരു പ്രയോറിറ്റിയോടെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് സമുദായ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ഒരു വിഷയം പരിഹരിക്കുക എന്നത് സമുദായ നേതൃത്വത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഏതെങ്കിലും ഒരു വൈദികന്റെയോ സന്യസ്തരുടെയോ അൽമായന്റെയോ ഉത്തരവാദിത്തമല്ല, അതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു സമുദായ ബോധം തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് കൂടി തീരൂ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വിഷയത്തിൽ വളരെ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ സബിൻ തുമ്മുളിൽ അങ്ങേക്ക് നന്ദി.